ലൈംഗിക അധിക്ഷേപ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകാമെന്ന് ഹൈക്കോടതി. വിശദമായ ഉത്തരവ് ഉച്ചയ്ക്ക് ശേഷം 3:30 പറയും. ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത വിമർശനം കോടതി ഉന്നയിച്ചു. ജാമ്യ ഹർജിയിൽ പോലും പരാതിക്കാരി അധിക്ഷേപിക്കാൻ പ്രതി ശ്രമിച്ചെന്ന് കോടതി. ബോബി ചെമ്മണ്ണൂർ സമർപ്പിച്ച ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ കടുത്ത വിമർശനം ഉന്നയിച്ചത്. പ്രതി നടത്തിയത് ദ്വയാർത്ഥ പ്രയോഗമല്ലെന്ന് പറയാനാവില്ലെന്ന് കോടതി പറഞ്ഞു. ജാമ്യഹർജിയിൽ പോലും പരാതിക്കാരിയെ അപമാനിക്കാൻ പ്രതി ശ്രമിച്ചു. ജാമ്യഹർജിയിലെ ചില പരാമർശങ്ങൾ പരാതിക്കാരി അധിക്ഷേപിക്കുന്നതാണ്. എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് കോടതി ചോദിച്ചു. മെറിറ്റിൽ കേസ് വാദിച്ചാൽ ഹർജി അംഗീകരിക്കാനാവില്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. എന്നാൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലാത്തതിനാലും ദിവസങ്ങളോളം ജയിലിൽ കഴിഞ്ഞതിനാലും ജാമ്യം അനുവദിക്കാം എന്ന് കോടതി വിലയിരുത്തുകയായിരുന്നു. ജാമ്യവ്യവസ്ഥകൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്ന വിശദമായ ഉത്തരവ് ഉച്ചയ്ക്ക് ശേഷം 3:30 പുറപ്പെടുവിക്കുമെന്ന് കോടതി പറഞ്ഞു. ജാമ്യഹർജിയെ പോലീസ് എതിർത്തു. ഒരേ കുറ്റകൃത്യം തുടർച്ചയായി ആവർത്തിക്കുന്നയാളാണ് പ്രതിയെന്ന് സർക്കാർ അറിയിച്ചു. സ്ത്രീത്വത്തെ പരസ്യമായി അധിക്ഷേപിക്കുകയായിരുന്നു പ്രതി. അതിനാൽ ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി. എന്നാൽ അത്ര ഗുരുതരമായ ആരോപണങ്ങളല്ല തനിക്കെതിരെ ഉള്ളതെന്നും പോലീസ് ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചതിനാൽ ജാമ്യം നൽകണമെന്നുമായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ ആവശ്യം. എന്നാൽ ഇത്തരം പരാമർശങ്ങൾ നടത്തിയാലുള്ള പ്രത്യാഘാതം പൊതുജനം മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിച്ച കോടതി ജാമ്യം അനുവദിക്കാം എന്ന് വ്യക്തമാക്കുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.